ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി എഗ്ഗ് പൂരിയാണ്. ഇനി നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. നല്ല ടൈറ്റായി കുഴച്ചെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്ക് ചെറിയ ചെറിയ ബോൾസായി എടുക്കാം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 8 ബോൾസാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് എരിവിലും ഒന്ന് മധുരത്തിലുമാണ്. അതിനായി ആദ്യം 2 ചെറിയ ബോൾ എടുക്കുക. അതിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒന്നിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മറ്റൊന്നിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ബോൾസ് എടുത്ത് അത് പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തി ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. മുഴുവനായി കുറച്ച് നമ്മളുടെ മിക്സ് ഒഴിക്കാൻ വേണ്ടി ഹോൾസ് വെച്ച് ബാക്കി ഭാഗം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഹോൾസ് ബാക്കി വെച്ച് ബാക്കിയുള്ള ഭാഗം നന്നായി പ്രസ് ചെയ്ത ശേഷം അത് കൈകൊണ്ട് പിരിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായി പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുട്ടയുടെ മിക്സ് പുറത്തേക്ക് വരും. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ച ഹോൾസിലേക്ക് കൂടി മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം അത് നന്നായി പ്രസ് ചെയ്യാം. ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പൂരി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അടുത്തതായി നമ്മൾ എരിവിലുണ്ടാക്കാൻ പോകുന്ന പൂരിയുടെ മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് കൈകൊണ്ട് പിരിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ച ഹോൾസിലേക്ക് കൂടി നമ്മൾ മിക്സ് ചെയ്ത മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം.
പ്രസ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ വറുത്ത് കോരാം. ലോ ഫ്ലെയിമിലിട്ട് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അത് ആയിക്കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. അതാണ് അത് ഉള്ളിൽ വെന്ത് എന്നുള്ള അതെന്ന് നമുക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.